സൈക്കോതെറാപ്പിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾസ്. നമുക്കറിയാം കൗൺസിലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് സൈക്കോതെറാപ്പി. അപ്പോൾ ഇന്നത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മളെ മുമ്പിൽ പല ക്ലയൻറ്റുകളും നമ്മോട് ചോദിച്ചു വരാറുണ്ട്, എനിക്ക് CBT മതി എന്നുള്ളത്. CBT എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. സൈക്കോതെറാപ്പിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾസ് എന്ന് നമുക്ക് തന്നെ പറയാം. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ CBT എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്ലയൻറ്റിൻ്റെ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ എന്നുള്ള പാറ്റേൺ അനുസരിച്ചായിരിക്കും ആ ഒരു തെറാപ്പി പ്രോസസ്സിങ് തന്നെ നടക്കുന്നത്. ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് ഏത് തരത്തിലെ ചിന്തകളാണ് ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്, ഈ ഒരു സിറ്റുവേഷൻസ് കാരണം അവരെ ഏത് രീതിയിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ആണ് അവരെ ബാധിച്ചിട്ടുള്ളത്, ഈ ഒരു ഇമോഷൻസ് കാരണം അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ രീതിയാണ് CBTയിലൂടെ സാധാരണയായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു രീതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൂൾസ് CBTയിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ പ്രശ്നങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ കേൾക്കുന്നു, അവരുടെ ആ പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ട് ആ സിറ്റുവേഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ സിറ്റുവേഷനെ കുറിച്ച് അവർ എന്ത് കാഴ്ചപ്പാടുകളാണ് കണ്ടെത്തിയത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്.